കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കളക്ടറേറ്റിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഇപ്പോൾ ആ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി സംസാരിക്കും. ഒരുമിച്ച് നടത്തുന്ന റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണ്. ഈ 5 പേരെ കണ്ടെത്തുക, കാണാതായ 5 പേരെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ആദ്യത്തെ സോണിലെ തെരച്ചിലിൽ കിട്ടുമെന്നാണ് കരുതിയത്, പക്ഷെ ഇന്നത് കിട്ടിയില്ല. അപ്പോൾ ഒരു മൂന്നാമത്തെ സോൺ, ചില സാധ്യതകൾ കണ്ടെത്തിയ ആ മൂന്നാമത്തെ സോണിലെ തെരച്ചിൽ ഇന്ന് തന്നെ അത് തുടങ്ങുകയും നാളെ രാവിലെ ആകുമ്പോഴേക്കും പൂർത്തിയാകാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അവിടെ ഈ കാണാതായവരെ കണ്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷ. NDRFിൻ്റെയും പ്രതീക്ഷ അതാണ്, പോലീസിൻ്റെയും പ്രതീക്ഷ അതാണ്. പിന്നെ ഒരു സാധ്യത കൂടി, പുഴയിലൂടെ ഇതെങ്ങാൻ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ടോ എന്നുകൂടിയുള്ളൊരു പരിശോധന കൂടി നാളെ രാവിലെ നടത്തും. ഇതാണ് നമ്മൾ പ്രയോറിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്തത് പ്രധാനമായിട്ടുള്ള കാര്യം, ഇപ്പോൾ കുറേ ഈ പ്രദേശത്ത് വളരെ മോശമായ സാഹചര്യം നിലനിൽക്കുന്ന അപകട സാധ്യതയുള്ള പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി പരിശോധിച്ച് ഈ എവിടെയെങ്കിലും ഇത്തരം പ്രദേശങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ക്ലൈമറ്റ് കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഒരു കാര്യം എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തുള്ള ഒരു സംഭവം മാത്രമാണ്. ഇത് വയനാട് ജില്ലയിൽ മുഴുവൻ നടക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ വാർത്തകൾ പോകരുത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നടന്ന സംഭവം തന്നെ ഒരു പഞ്ചായത്തിലെ 3 വാർഡിൽ നടന്ന സംഭവമായിട്ട് പോലും വയനാട് ജില്ലയെ അത് ഗൗരവതരമായി ബാധിച്ചു. ഇത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ചൂരൽമലയിൽ നടന്ന ദുരന്തത്തെക്കാൾ ഒരു ചെറിയ ഏരിയയിൽ നടന്നൊരു സംഭവമാണ്, ചെറിയൊരു ഏരിയയിൽ നടന്ന സംഭവമാണ്. അത് മൊത്തം വയനാട് ജില്ല മുഴുവൻ കുഴപ്പത്തിലാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം പോയാൽ അത് ഈ ജില്ലയിലെ ജനജീവിതത്തെയും അവരുടെ തൊഴിലിനെയും എല്ലാം ബാധിക്കുന്ന തരത്തിൽ പോകുമെന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി. ഒരു വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രം ഉണ്ടായൊരു സംഭവമാണ്. ജില്ല മുഴുവൻ വ്യാപകമായ ഒരു പ്രശ്നം ഇതിനകത്ത് ഇല്ല. പിന്നീട് ഞാൻ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ അന്വേഷണം നടത്തും. അതിൻ്റെ സാങ്കേതിക തലത്തിൽ ഉള്ള അന്വേഷണം ഉണ്ടാവും, നിയമപരമായി ഉള്ള അന്വേഷണം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഈ തുരങ്കപാതയുമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി പുനരാരംഭിക്കുന്നതിന് മുമ്പായി അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന പാരിസ്ഥിതിക പഠനം നടത്തിയിട്ട് അനുമതി കൊടുത്തിരിക്കുന്ന സമയത്ത് വെച്ച കണ്ടീഷൻസ്, നിർദ്ദേശങ്ങൾ അത് പാലിച്ചിട്ടുണ്ടോ ഈ കരാറുകാരെന്ന് ഒരു സൂക്ഷ്മമായ പരിശോധന കൂടി നടത്തിയിട്ട് മാത്രമേ പ്രവർത്തികൾ പുനരാരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ 2 സൈഡിലും, തിരുവമ്പാടി സൈഡിലും അതുപോലെ തന്നെ വയനാട് സൈഡിലും ഉള്ള ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനുശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. NDRFും ഫയർഫോഴ്സും പോലീസും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും എല്ലാം വളരെ നന്നായി ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിക്കും.